അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 ചൊവ്വാഴ്ച. പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് CPM പ്രവർത്തകർക്കെതിരെ മാത്രമല്ല നേതാക്കൾക്കെതിരെയും കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ്. അവിടെ കൂടിയിരുന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്നും അതിനാൽ അവരെ കൂടി പ്രതികളാക്കണമെന്നുമാണ് EDയുടെ നിലപാട്. കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാനെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ടുകൾ ലഭിച്ചു. ഇടതു സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. BJP MLA-മാർ വിട്ടുനിന്നു. സ്പീക്കറും വോട്ട് ചെയ്തില്ല. ഇന്ധനവില വർധനയിലൂടെ കേരളത്തിന് കിട്ടുന്ന അധിക നികുതി വരുമാനം ഉടൻ കുറയ്ക്കില്ലെന്നും എന്നാൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. KN ബാലഗോപാൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ചു. എന്നാൽ പിണറായി സർക്കാർ 1 രൂപ പോലും കുറച്ചില്ല. പകരം ക്ഷേമ പെൻഷൻ നൽകാനെന്ന പേരിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തുകയാണ് ചെയ്തതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോൾ സംസ്ഥാന സർക്കാരിനെയായിരുന്നു VD സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണം. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ ഭരണപക്ഷത്തെ പിന്തുണച്ച് പ്രസംഗിച്ചപ്പോൾ കൈയടിച്ച ഭരണപക്ഷാംഗങ്ങളോട് കൈയടിക്കേണ്ടെന്നും താനൊരു സ്വതന്ത്ര MLA ആണെന്നും G സുധാകരൻ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണം. സാംസ്കാരിക നായകർ കാലുനക്കികളാണ്. പുതിയ സർക്കാരിനെക്കുറിച്ച് തുടക്കത്തിൽ നല്ല അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നന്ദിയിൽ വാഹന പരിശോധനയ്ക്കിടെ GST വകുപ്പ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. മാഹിയിൽ നിന്ന് അനധികൃതമായി ഡീസൽ കടത്തുന്ന സംഘമാണ് ഉദ്യോഗസ്ഥരെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടുത്ത ബന്ധുവിന് നിയമനം. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ DCC ജനറൽ സെക്രട്ടറിയായ ബെന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വാദം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവർത്തിച്ച് CPI. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്ന് CPI ആവശ്യപ്പെട്ടു. പദവി കിട്ടിയില്ലെങ്കിൽ വിഷമകരമായ തീരുമാനം എടുക്കേണ്ടി വരുമെന്നും CPI. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വെള്ളിയാഴ്ച വരെ നോട്ടീസ് അയക്കില്ലെന്ന് ED. വീണയ്ക്കെതിരായ തുടർ നടപടികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ വിധി വന്ന ശേഷം മതിയെന്നാണ് EDയുടെ തീരുമാനം. ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള തീരദേശ മേഖലകളിൽ മഴ സാധ്യത. 5-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. നാളെ മുതൽ 3 ദിവസം അതിതീവ്ര മഴ. ലോകകപ്പ് ഫുട്ബോൾ കളിക്കാൻ ഇത്തവണ മലയാളിയും. ഖത്തറിന്റെ 26-അംഗ ടീമിലാണ് കണ്ണൂർ സ്വദേശിയായ തഹ്സിൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഇതോടെ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയായി തഹ്സിൻ മാറി. സാധ്യതാ ടീമിലുണ്ടായിരുന്ന തഹ്സിൻ ഉൾപ്പെടെ 26-അംഗ സ്ക്വാഡിനെ ഖത്തർ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തെ ആവേശാരവങ്ങളോടെ വരവേൽക്കാൻ നാടുനീളെ ഫ്ലക്സ് യുദ്ധം. ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും പടുകൂറ്റൻ ഫ്ലക്സുകളാണ് ഫുട്ബോൾ ഭ്രാന്തന്മാരും സംഘങ്ങളും ഉയർത്തിയിരിക്കുന്നത്. അർജന്റീന, ബ്രസീൽ ആരാധകർ തമ്മിലാണ് ഫ്ലക്സ് യുദ്ധം. ഈ മാസം 11-നാണ് ലോക ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാകുന്നത്.
മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കുടിയിറക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നോവൽ കോപ്പിയടി വിവാദത്തിൽ ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിന്റെ പകർപ്പാണ് KR മീരയുടെ കലാച്ചിയെന്ന് ആരോപണം. കലാച്ചി നോവൽ വായിച്ച് ഞെട്ടിയെന്ന് ഹരിത സാവിത്രി. കാമുകനെ തേടി വിദേശത്തെ സംഘർഷ മേഖലയിലെത്തുന്ന യുവതിയുടെ കഥയാണ് നോവലുകളുടെ ഇതിവൃത്തം. കസാക്കിസ്ഥാനിലെ കലാച്ചിയിലെ കഥ KR മീര പറയുമ്പോൾ കുർദിനിലെ കഥയാണ് ഹരിത എഴുതിയത്. രണ്ട് നോവലിന്റെയും പ്രമേയത്തിലെ സാമ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച. കോടികൾ തട്ടിയ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പുതിയ ഇടതുഭരണ സമിതി വന്നിട്ടും നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ പലിശ പോലും നൽകാനാവുന്നില്ലെന്ന് ആരോപണം. ബാങ്കിൽ കയറിയിറങ്ങിയാൽ 3-4 മാസം കൂടുമ്പോൾ നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് കിട്ടുന്നത്. ED പിടിച്ചെടുത്ത 264 കോടി രൂപയുടെ വായ്പാ ഫയലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിസന്ധി മറികടക്കാനാവുമെന്നാണ് ഭരണസമിതി ആവർത്തിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇന്ന് ഉന്നതതല യോഗം. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, K മുരളീധരൻ, CP ജോൺ തുടങ്ങിയ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. നവകേരള യാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കെയാണ് SIT റിപ്പോർട്ട് നൽകിയതെന്നും പ്രതിഭാഗം വാദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുടെ പേരിൽ പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് യോഗനാഥത്തിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളുടെ മേൽ കെട്ടിവെക്കുന്നതും വേട്ടയാടുന്നതും ശരിയല്ലെന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു. കോഴിക്കോട് വടകരയിൽ നിക്ഷേപ തട്ടിപ്പിനിരയായ വയോധികൻ ജീവനൊടുക്കിയ സംഭവം പുതിയ സംഘം അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP PT മനോഹരന്റെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണം സംഘം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ 48 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നടൻ ടിനി ടോമിനെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകി നടി അൻസിബ ഹസൻ. തന്റെ കുടുംബത്തെ വേട്ടയാടുന്നുവെന്നും ടിനി സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നും അൻസിബ പരാതിയിൽ ആരോപിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 മാസമായി ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. കൊച്ചി കലൂരിൽ ഇന്നു പുലർച്ചെ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ. റോഡിലൂടെ നടന്നുപോയപ്പോൾ കമന്റടിച്ചത് ചോദ്യം ചെയ്ത പെൺകുട്ടികൾക്ക് നേരെയാണ് 11 പേരുടെ സംഘം ആക്രമണം നടത്തിയത്. അക്രമി സംഘത്തിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അക്രമികൾ പെൺകുട്ടികളെ മർദ്ദിക്കുകയും ഫോൺ നിലത്തെറിഞ്ഞ് തകർക്കുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഉത്തർപ്രദേശിലെ ഹാപൂരിൽ കുട്ടിക്കടത്ത് നടത്തുന്ന സംഘത്തെ പോലീസ് പിടികൂടി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ 17 വയസ്സുകാരനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്കടത്ത് സംഘത്തെ പിടികൂടാനായത്. റൺവേ നവീകരണവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതിനാൽ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ശ്രീനഗർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തി തമിഴ്നാട് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ അണ്ണാമലൈ സമയം തേടി. അണ്ണാമലൈ BJP വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കൂടിക്കാഴ്ച. 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള CBSE പോർട്ടൽ പ്രവർത്തനക്ഷമമായി. ഇന്നു മുതൽ 6-ാം തീയതി വരെ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോയും CBSE പങ്കുവച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടാക്കാൻ ഉലുബേരിയ പൂർബയിൽ നിന്നുള്ള MLA ഋതബ്രത ബാനർജി ശ്രമിച്ചെന്ന് മമതാ ബാനർജി.
ഇന്നലെ ഋതബ്രത ബാനർജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കൊൽക്കത്തയിലെ ലേക്ക് ടൗണിൽ സ്ഥാപിച്ച ലിയോണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ ബംഗാൾ പൊതുമരാമത്ത് നീക്കം ചെയ്തു. കഴിഞ്ഞ വർഷം മമതാ ബാനർജി സർക്കാർ സ്ഥാപിച്ച പ്രതിമയാണ് കാറ്റിൽ ഉലയുന്നതുമൂലം ഇളക്കി മാറ്റിയത്. ലെബനനിലെ സൈനിക നീക്കങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ശകാരിച്ചെന്ന് റിപ്പോർട്ട്. ലെബനനിലെ സൈനിക നീക്കങ്ങൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് രൂക്ഷമായി ട്രംപ് പ്രതികരിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ലെബനനെതിരായ ആക്രമണം തുടരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് തീവ്ര വലതുപക്ഷ വിഭാഗം. ലെബനനെതിരായ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് നോ പറയണമെന്നാണ് ആവശ്യമുയർന്നത്. വടക്കൻ മേഖലയിൽ ഇറാൻ ആക്രമണ ഭീതി മുഴക്കിയിരിക്കെ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ എക്സിൽ കുറിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.